ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 5 കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 19. ഇഹൈവ തൈർജിതഃ സർഗോ യേഷാം സാമേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. വിവർത്തനം. ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെപ്പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. ഭാവാർത്ഥം. മുൻ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ സമനില ആത്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷണമാണ്. ആ നിലയിലെത്തിയവരെ ഭൗതിക അവസ്ഥകളെ വിശേഷിച്ച് ജനന മരണങ്ങളെ ജയിച്ചവരെന്ന് തന്നെ കരുതണം. താനും ശരീരവും ഒന്നാണെന്ന് വിചാരിക്കുന്ന കാലത്തോളം ജീവാത്മാവ് ബദ്ധനായി കരുതപ്പെടുന്നു. ആത്മജ്ഞാനത്തിലൂടെ സമഭാവനയിലേക്ക് ഉയരുമ്പോൾ ആ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്തനാവും. പിന്നെ ആ ജീവന് ഭൗതിക ലോകത്തിൽ പിറവിയില്ല. മരണശേഷം പരവ്യോമത്തിൽ പ്രവേശിക്കാം. രാഗദ്വേഷങ്ങളില്ലാത്തതിനാൽ ഭഗവാൻ ദോഷരഹിതനാണ്. രാഗദ്വേഷങ്ങളൊഴിഞ്ഞ ജീവനും അതേവിധം ദോഷരഹിതനും പരവ്യോമം പൂകാൻ അർഹനുമാകുന്നു. അങ്ങനെയുള്ളവരെ മുക്തരെന്ന് കണക്കാക്കാം. അവരുടെ ലക്ഷണങ്ങളാണ് ഇനി പറയുന്നത്. ശ്ലോകം 20. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോദ്ധ്വച്ഛേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. വിവർത്തനം. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തവയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതികാതീതൻ തന്നെ. ഭാവാർത്ഥം. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞവ. ശരീരവും താനും ഒന്നാണെന്നുള്ള മിഥ്യാവബോധം അയാൾക്കുണ്ടാവില്ലെന്നതാണ് മുഖ്യലക്ഷണം. താൻ ഇക്കാണുന്ന ദേഹമല്ലെന്നും ഭഗവാന്റെ ഒരംശമാണെന്നും അയാൾക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേട്ടത്തിൽ മറന്ന് ആഹ്ലാദിക്കില്ല. ശാരീരികമായി തനിക്ക് ബന്ധപ്പെട്ടതെന്തെങ്കിലും നഷ്ടമായാൽ ദുഃഖിക്കുകയുമില്ല. മാനസികമായ ഈ ദാർഢ്യമാണ് സ്ഥിരബുദ്ധി അഥവാ സ്വബുദ്ധി. സ്ഥൂലദേഹം ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഒരിക്കലും വ്യാമോഹിക്കുന്നില്ല. ശരീരത്തെ ശാശ്വതമാണെന്ന് കരുതി ആത്മാവിൻ്റെ നിലനിൽപ്പിനെ നിഷേധിക്കുകയുമില്ല. ഈ അറിവ് നിരപേക്ഷ തത്വത്തിൻ്റെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നെല്ലാം അറിയപ്പെടുന്ന പരിപൂർണ ശാസ്ത്രജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഒരാളെ ഉയർത്തുന്നു. അങ്ങനെ സർവ്വവിധേനയും പരമപുരുഷനോട് താദാത്മ്യം നേടാമെന്ന വ്യാമോഹത്തോടെ അതിന് ശ്രമിക്കാതെ തൻ്റെ മൂലസ്വരൂപം എന്തെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ഇതാണ് ബ്രഹ്മ സാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം. ഈ സ്ഥിരമായ ബോധത്തെ കൃഷ്ണാവബോധമെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.